എന്താ പ്രശ്നം എന്നറിയാമോ? പെപ്സി കുടിക്കണമെന്ന്. പെപ്സി ഈ പ്രായത്തിൽ പെപ്സി കുടിച്ചാൽ അത് മാരകമായ അസുഖങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കട്ടെ. കീടനാശിനി ഉണ്ട് പെപ്സിയിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. പെപ്സി എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയണം എന്നാ പെപ്സി വേണ്ട കൊക്കക്കോള മതിയത്. കൊക്കക്കോള അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ എന്നോട് പിണങ്ങിയിരിക്കുകയാണ് ഗോയ്സ്. ഭയങ്കര സീരിയസ് ആണ് ആള്. സീരിയസ് ആയ പിന്നെ വലിയ പ്രശ്നം. ഞാൻ അവനെ എടുത്തിട്ട് നാറ്റിക്കുന്നു എന്നാ പറഞ്ഞത്. പച്ചമുളക് വാങ്ങിക്കാൻ പോയിട്ട് 1 മണിക്കൂർ. എന്തുവായിരുന്നു അവനെ പച്ചമുളകിനോടെ പോയി പറഞ്ഞേ? കൊല്ലൂല. ഇവനെ ബിഗ് ബോസ് വിട്ടാ ഞാൻ നേറി പരിവാകും കേട്ടോ. ബിഗ് ബോസിൽ പോണ അവിടെ കൊച്ചുപിള്ളേരെ എടുക്കൂല, അല്ലെങ്കിൽ ഇന്നെ വട്ടത്തി വിടുമായിരുന്നു. ഇവനേക്കാൾ ക്യൂട്ട് ഞാനല്ലേ? എനിക്കറിയോ. കൂട്ടിനെസ് ഓവർലോഡ് മൈ ബേബി. വെക്കേഷൻ അവൻ ഉറങ്ങി തീർക്കുകയാണ്. മത്സരമാണ്. ഉറങ്ങുന്നതിൽ അവനൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവൻ പറയണത് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉറങ്ങും, ഉച്ചയ്ക്ക് ഉറങ്ങും, വൈകിട്ട് ഉറങ്ങും, രാത്രി വേറെ കിടന്നുറങ്ങും. നമ്മളെയൊക്കെ കാലത്തായിരുന്നു മാങ്ങ പറിക്കാനും തേങ്ങ പറിക്കാനൊക്കെ പോയി. പിള്ളേരിപ്പം ഭയങ്കര പോർവേഡാണ്. ഉറങ്ങിയാണ് അവർ തോൽപ്പിക്കുന്നത് നമ്മൾ. അല്ല ഇവിടെ മൈ ഹീറോ ഇപ്പൊ എവിടെ വന്ന് നിൽക്കുന്നതെന്ന് അറിയാമോ? ഷവർമ വാങ്ങിക്കാൻ വന്ന് നിൽക്കുകയാണ്. ഷവർമയും ഹെൽത്തിന്, ആരോഗ്യത്തിന് പ്രശ്നമാണ്. പറഞ്ഞാൽ കേൾക്കണ്ടേ? പിന്നെന്തോടെ ഓർഡർ ചെയ്ത കള്ളോ? പഠിത്തോനേ കള്ളം പറയണത് കണ്ട്. ഷവർമ വേണമെന്ന് പറഞ്ഞ ഒറ്റക്കാലിൽ നിന്ന് എൻ്റെ അടുത്ത് മുഖം കാണിച്ചിട്ട് അവന് ഷവർമ ഇഷ്ടമില്ല കേട്ടോ. ഈ ഷവർമ വാങ്ങിക്കൊണ്ട് വരുമ്പം തിന്നു. അതെന്തിനാണെന്നറിയാമോ? അത് മമ്മി പറഞ്ഞോണ്ട് നമ്മളൊരു സാധനം വാങ്ങിച്ചാൽ അത് ചീത്തയാക്കാൻ പാടില്ല. അതുകൊണ്ട് കൊച്ച് ഷവർമ കിട്ടുമ്പോൾ വാങ്ങി തിന്നും. ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്. അല്ലേടാ വാവേ? അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ വിശ്വസിക്കണം നിങ്ങൾ വേണമെങ്കിൽ. അല്ലേടി? ഓക്കെ, മമ്മി ബിഗ് ബോസ് കാണുന്നതിനെ പറ്റി മോൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. ബിഗ് ബോസ് മമ്മി കാണുന്നില്ലേ ഒരു പ്രോഗ്രാം ബിഗ് ബോസ്? ഓക്കെയാണ്. അവനതിനെ പറ്റി ഒരു ബിഗ് ബോസെ കാണാറില്ല. മമ്മി 24 മണിക്കൂർ എന്തരാ നോക്കിക്കൊണ്ടിരിക്കണം. അത് എന്ത് സാധനമാണെന്ന് അറിയാം? ബിഗ് ബോസ് മനസ്സിലാവണില്ല എന്തിനാണ് ബഹളം കേൾക്കുന്നില്ലേ? എന്തിന് അവിടെ അടിയാണേ. കൊച്ചുങ്ങളെ വെച്ചിട്ട് എന്തെന്നാ ഒരു ഇത് ഇറക്കിന്ന് പറയുന്നിട്ട്. നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ അവസ്ഥ ഇതാണ്. ആ സൈഡിലേ അവര് വരാറില്ല. ചെവി തല കേൾക്കണ്ടെന്ന് വെച്ചിട്ട് കഥവം കടച്ചിടും. അല്ലേ വാവേ? വറക്കാൻ വരുന്നത്. അപ്പൊ ശരി, ഞങ്ങൾ പിന്നെ വരാട്ടാ. ചുമ്മാ വരും.